2 years ago, when Shankar explained me the story, ആ സിനിമയിൽ ഒരുപാട് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രത്യേക രീതിയിൽ കൺസീവ് ചെയ്ത കുറേ സീക്വൻസുകൾ, ഭയങ്കര വലിയ വിഷനുള്ള കുറേ സീക്വൻസുകൾ. ആ സീക്വൻസുകൾ ആക്ച്വലി മെറ്റീരിയൽ ചെയ്യണമെങ്കിൽ ഇതിനൊരു പുതിയൊരു ഫോർമാറ്റ് ഓഫ് സൗണ്ട് തന്നെ വേണ്ടി വരും എന്നെനിക്ക് അന്ന് മനസ്സിലായി. അത് പ്രകാരം ഞാനും ശങ്കറും ഡിസ്കസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തിയ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് SRL4D എന്ന ഒരു പുതിയ ഫോർമാറ്റ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഈ സിനിമയുടെ ശരിക്കുള്ള കഥയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു സംരംഭം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇത് എക്സിസ്റ്റിംഗ് ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് എഴുതിയുണ്ടാക്കപ്പെട്ടിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഡോൾബിയുടെ ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഇമേഴ്സീവ് 3D, അതായത് ഇമേഴ്സീവ് 3D എന്ന് പറയുമ്പോൾ ട്രൂലി അൻ ഇമേഴ്സീവ് 3D ആണ്. 3 ഡയമെൻഷണൽ എക്സ്പീരിയൻസ് ആണ്, ഇമേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് കിട്ടുക. അതിനു വേണ്ടിയിട്ട് ഒരു ഡോൾബി അറ്റ്മോസ് വിന്യാസം ചെയ്തിട്ടുള്ള തിയേറ്ററിൽ തന്നെ ഏകദേശം ഒരു 900 സീറ്റുള്ള ഒരു ചെന്നൈയിലെ ഒരു വലിയ തിയേറ്റർ സമുച്ചയത്തിൽ ഏകദേശം 450ഓളം സ്പീക്കറുകൾ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ടായി. ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി, അതായത് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് സിനിമയ്ക്ക് ഉണ്ടാവും. അത് സൗണ്ടിലൂടെയാണ് വരുന്നത്. സ്ക്രീനിൽ നിന്ന് ഓഡിയൻസിലേക്കും SRL4D എന്ന ഒരു പുതിയ ഫോർമാറ്റ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ഈ സിനിമയുടെ ശരിക്കുള്ള കഥയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊരു സംരംഭം ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇത് എക്സിസ്റ്റിംഗ് ഒരു ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് എഴുതിയുണ്ടാക്കപ്പെട്ടിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഡോൾബിയുടെ ആർക്കിടെക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ഇമേഴ്സീവ് 3D, അതായത് ഇമേഴ്സീവ് 3D എന്ന് പറയുമ്പോൾ ട്രൂലി അൻ ഇമേഴ്സീവ് 3D ആണ്. 3 ഡയമെൻഷണൽ എക്സ്പീരിയൻസ് ആണ്, ഇമേഴ്സീവ് സൗണ്ട് എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയിലൂടെ ജനങ്ങൾക്ക് കിട്ടുക. അതിനു വേണ്ടിയിട്ട് ഒരു ഡോൾബി അറ്റ്മോസ് വിന്യാസം ചെയ്തിട്ടുള്ള തിയേറ്ററിൽ തന്നെ ഏകദേശം ഒരു 900 സീറ്റുള്ള ഒരു ചെന്നൈയിലെ ഒരു വലിയ തിയേറ്റർ സമുച്ചയത്തിൽ ഏകദേശം 450ഓളം സ്പീക്കറുകൾ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ടായി. ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷനോട് കൂടി, അതായത് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ ഒരു ഓഡിയൻസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് സിനിമയ്ക്ക് ഉണ്ടാവും. അത് സൗണ്ടിലൂടെയാണ് വരുന്നത്. സ്ക്രീനിൽ നിന്ന് ഓഡിയൻസിലേക്കും പിന്നെ വാളിലേക്കും ഫ്ലോറിലേക്കും സീലിംഗിലേക്കും ഒക്കെ സൗണ്ട് മൂവ് ചെയ്യുന്ന വളരെ നൂതനമായ ഒരു രീതിയാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഒരു സൗണ്ട് ഫോർമാറ്റ് ട്രൈ ചെയ്യുന്നത്. SRL4D, you must watch 2.0 in this format. It will give you a immersive sound experience.